എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററിലെ 3ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ആസ് ദി നമ്പർ ഓഫ് സൈഡ്സ് ഇൻക്രീസസ് ദി പോളിഗൺ ഈസ് ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു എ സർക്കിൾ. ഒരു സർക്കിളിനകത്ത് റെഗുലർ പോളിഗൺസ് വരച്ചു കഴിഞ്ഞാൽ ആ റെഗുലർ പോളിഗൺസിൻ്റെ സൈഡ്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ആ സർക്കിളിനോട് അടുത്ത് വരും. അപ്പോൾ റെഗുലർ പോളിഗൺസിൻ്റെ പെരിമീറ്റർ തന്നെയായിരിക്കും സർക്കിളിൻ്റെ പെരിമീറ്റർ ആയിട്ട് വരും. ആസ് ദി നമ്പർ ഓഫ് സൈഡ്സ് ഇൻക്രീസസ്. അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇന്ന് നമ്മൾ സർക്കിളിൻ്റെ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ കുറച്ച് സർക്കിൾസ് വരച്ചിട്ടുണ്ട്. എല്ലാം ഒരേ റേഡിയസ് ഉള്ള സർക്കിൾസ് ആണ്. ആദ്യത്തെ സർക്കിളിൽ ഒരു ട്രയാങ്കിൾ, റെഗുലർ ഒരു ഈക്വലായിട്ട് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സർക്കിളിൽ ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. മൂന്നാമത്തേൽ ഒരു റെഗുലർ പെൻറ്റഗണാണ് വരച്ചിരിക്കുന്നത്. അടുത്ത റെഗുലർ ഹെക്സഗൺ, അടുത്ത റെഗുലർ ഹെപ്തഗൺ. അപ്പോൾ അവിടെ നോക്കിയേ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് വെർട്ടീസസിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ 3 ട്രയാങ്കിൾസ് ആയിട്ട് ഫോം ചെയ്തു. അപ്പോൾ ഈ 3 ട്രയാങ്കിളിൻ്റെയും കൂടി ഏരിയ ചേരുന്നതായിരിക്കുമല്ലോ ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ നോക്കിയേ, ഏരിയ ഓഫ് 1 ട്രയാങ്കിൾ എന്ന് പറയുന്നത് 3 ട്രയാങ്കിൾ സെയിം ആണ്. അപ്പോൾ 1 ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ ബേസ് 1 സൈഡ് ഓഫ് ദി റെഗുലർ ഈക്വൽ ട്രയാങ്കിൾ എ എന്നെടുക്കുക. ആ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എച്ച് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ മാത്രം ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്, അതായത് ഹാഫ് എ എച്ച്. അങ്ങനെ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 3 ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ 3 ട്രയാങ്കിളിൻ്റെയും കൂടി ഏരിയ വരുമ്പോൾ എന്ത് വരും? ഹാഫ് എ എച്ച് എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു എ എച്ച് ഇൻറ്റു 3, അല്ലെങ്കിൽ 3 ഇൻറ്റു ഹാഫ് എ എച്ച്. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് ഹാഫ് എ എച്ച്. 3 ട്രയാങ്കിൾ വരുമ്പോൾ 3 ഇൻറ്റു ഹാഫ് എ എച്ച്, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 3AH എന്ന് എഴുതി. അപ്പോൾ അവിടെ 3A എന്ന് പറയുന്നത് ഈ ഈക്വലായിട്ട് ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററാണ്. അപ്പോൾ നമുക്കിത് എന്താ എഴുതാം? ഹാഫ് ഇൻറ്റു പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഹാഫ് ഇൻറ്റു പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ഇൻറ്റു എച്ച് ആണ് ഈ ഈക്വലായിട്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ. ഇനി അടുത്ത് നോക്കാം, ഈ സ്ക്വയറിൻ്റെ ഏരിയ അതിന് 4 ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആദ്യത്തെ പോലെ തന്നെ 1 സൈഡ് എ എന്നെടുത്താൽ ഹാഫ് എ ഇൻറ്റു എച്ച്, അത് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ. അങ്ങനെ 4 ട്രയാങ്കിൾ ചേരുന്നതാണ് സ്ക്വയറിൻ്റെ ഏരിയ. അപ്പോൾ 4 ഇൻറ്റു ഹാഫ് എ എച്ച് എന്ന് പറയുന്നതാണ് സ്ക്വയറിൻ്റെ ഏരിയ. അപ്പോൾ 4 ഇൻറ്റു ഹാഫ് എ എച്ചിനെ ഈ ഹാഫ് ഇൻറ്റു 4AH 4AH എന്ന് എഴുതാം. ഹാഫ് ഇൻറ്റു 4AH. അപ്പോൾ അവിടെ 4A എന്ന് പറയുന്നത് ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു പെരിമീറ്ററിൻ്റെ ഹൈറ്റ് ആണ് ഈ സ്ക്വയറിൻ്റെ ഏരിയ. അപ്പോൾ അടുത്ത നോക്കാം, റെഗുലർ പെൻറ്റഗണിൻ്റെ ഏരിയ. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ഇൻറ്റു 5 ആയിരിക്കുമല്ലോ. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ അതേപോലെ തന്നെ ഹാഫ് എ ഇൻറ്റു എച്ച്, 1 സൈഡ് എ എന്നെടുത്തു. അപ്പോൾ ഹാഫ് എ ഇൻറ്റു എച്ച്, അങ്ങനെ 5 ട്രയാങ്കിൾ വരുമ്പോഴോ ഹാഫ് ഇൻറ്റു എ എച്ച് ഇൻറ്റു 5, അതായത് ഈ ഒരു ട്രയാങ്കിൾ ഏരിയ ഇൻറ്റു 5. അപ്പോൾ 5 ഇൻറ്റു ഹാഫ് എ എച്ച് എന്ന് എഴുതാം. അപ്പോൾ അവിടെ ഹാഫ് ഇൻറ്റു 5AH എന്ന് ഒന്നിച്ച് എഴുതാം. അവിടെ 5A എന്ന് പറയുന്നത് ഈ റെഗുലർ പെൻറ്റഗണിൻ്റെ പെരിമീറ്റർ ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു പെരിമീറ്റർ ഓഫ് ദി പെൻറ്റഗൺ ഇൻറ്റു ഹൈറ്റ് ഓഫ് 1 ട്രയാങ്കിൾ, അതാണ് ഏരിയ ഓഫ് ദാറ്റ് റെഗുലർ പെൻറ്റഗൺ. അപ്പോൾ അതുപോലെ റെഗുലർ ഹെക്സഗൺ നോക്കാം. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് എ എച്ച് ആദ്യത്തെ പോലെ. അതുപോലെ തന്നെ 6 ട്രയാങ്കിൾ ഉണ്ട്, 6 ട്രയാങ്കിൾ. അപ്പോൾ 6 ഇൻറ്റു ഹാഫ് എ എച്ച് എന്ന് പറയുന്നതാണ് ഏരിയ ഓഫ് ദിസ് റെഗുലർ ഹെക്സഗൺ. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇങ്ങനെ ഹാഫ് ഇൻറ്റു 6A ഇൻറ്റു എച്ച്. അപ്പോൾ ഹാഫ് ഇൻറ്റു 6A എന്ന് പറയുന്നത് എന്താണ്? പെരിമീറ്റർ ഓഫ് ദി ഹെക്സഗൺ ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു പെരിമീറ്റർ ഓഫ് ദി ഹെക്സഗൺ ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഈ പോളിഗണിൻ്റെ എല്ലാം ഏരിയ എന്നുള്ളത് ഹാഫ് ഇൻറ്റു പെരിമീറ്റർ ഓഫ് ദി പോളിഗൺ ഇൻറ്റു ഹൈറ്റ് ഓഫ് 1 ട്രയാങ്കിൾ. എല്ലാത്തിലും അങ്ങനെ കിട്ടി. അടുത്തതിലും അങ്ങനെ ഹെപ്തഗൺ നോക്കാം. 1 ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് എ എച്ച്. അപ്പോൾ എ എന്ന് പറഞ്ഞ 1 സൈഡ്, എച്ച് അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. അപ്പോൾ 7 ഇൻറ്റു ഹാഫ് എ എച്ച് എന്ന് വരും. അത് ഹാഫ് ഇൻറ്റു 7AH. അപ്പോൾ 7A എന്ന് പറഞ്ഞ പെരിമീറ്റർ ഓഫ് ദി റെഗുലർ ഹെപ്തഗൺ ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു പെരിമീറ്റർ ഓഫ് ദി ഹെപ്തഗൺ ഇൻറ്റു ഹൈറ്റ് ഓഫ് 1 ട്രയാങ്കിൾ. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നോക്കിയേ, നമ്പർ ഓഫ് സൈഡ്സ് എത്രയായാലും ആ പോളിഗണിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു പെരിമീറ്റർ ഓഫ് ദി പോളിഗൺ ഇൻറ്റു ഹൈറ്റ് ഓഫ് 1 ട്രയാങ്കിൾ എന്നാണ് വരിക. ക്ലിയർ ആണല്ലോ? അപ്പോൾ എത്ര ട്രയാങ്കിൾ വന്നാലും ഇത് തന്നെ വരിക, എത്ര സൈഡ്സ് വന്നാലും ഇത് തന്നെ വരിക. അപ്പോൾ ആ പെരിമീറ്റർ ഓഫ് ദി പോളിഗൺ ഇൻറ്റു
ഹൈറ്റ്. ഇവിടെ നോക്കിക്കേ, ഈ പോളിഗൺ എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഈക്വലാറ്റർ ട്രയാങ്കിള്, സ്ക്വയർ, റെഗുലർ പെൻ, ഇതെല്ലാം ഇങ്ങനെ കൂടുതലായിട്ട് ആസ് ദി നമ്പർ ഓഫ് സൈഡ്സ് ഇൻക്രീസസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു ദി സർക്കിൾ. അപ്പൊ ആ നമ്പർ ഓഫ് സൈഡ്സ് ഒരു കുറച്ചുകൂടെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ, അതായത് ഒരു 100 സൈഡ്സ് ഉള്ള പോളിഗൺ ആണെങ്കിൽ ആ സർക്കിളും ഈ പോളിഗണിനും ഇങ്ങനെ കോയിൻസൈഡ് ചെയ്തുന്ന രീതിയിൽ നമുക്ക് അനുഭവപ്പെടുള്ളൂ. അപ്പോൾ ആസ് ദി നമ്പർ ഓഫ് സൈഡ്സ് ഇൻക്രീസസ് ദി പോളിഗൺ ഈസ് ഗെറ്റിംഗ് ക്ലോസർ ടു ദി സർക്കിൾ. അപ്പോൾ നമുക്ക് അവിടെ ഒരു പോയിന്റ് കിട്ടും. എന്താണ് പോയിന്റ്? ഇവിടെ നമ്പർ ഓഫ് സൈഡ്സ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ ഈ പോളിഗൺ സർക്കിളിനോട് ചേർന്ന് വരും. അപ്പൊ നമ്പർ ഓഫ് സൈഡ്സ് ഇപ്പൊ 100 ആണെങ്കിൽ ഈ 2 പോയിന്റ് അടുത്തടുത്തല്ലേ വരിക. അങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ എന്താ വരിക? ഈ എച്ച് എന്ന് പറയുന്നത് ഈ റേഡിയസിന് ഈക്വൽ ആവും. എന്ന് പറഞ്ഞാൽ സർക്കിളായിട്ട് മാറുമ്പോൾ ഈ 2 ലൈൻസും കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് വരും. അപ്പൊ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ആ റേഡിയസിന് ഈക്വൽ ആവും. അപ്പൊ എച്ച് എന്ന് പറഞ്ഞാൽ എന്താവും? റേഡിയസ് ആവും. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ പെരിമീറ്റർ ആയിട്ട് മാറും. അപ്പൊ ആസ് ദി നമ്പർ ഓഫ് സൈഡ്സ് ഇൻക്രീസസ് ദി പോളിഗൺ getting closer and closer to the circle. അപ്പോ ഹൈറ്റ് ബിക്കം റേഡിയസ് ഓഫ് ദി സർക്കിൾ. അപ്പോ ഹാഫ് ഇൻറ്റു പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ ഇൻറ്റു റേഡിയസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഏരിയ ഓഫ് ദി സർക്കിൾ. അപ്പോൾ ഏരിയ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് റേഡിയസിന് ഈക്വൽ ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു പെരിമീറ്റർ ഓഫ് സർക്കിൾ, സർക്കംഫറൻസ് ഓഫ് സർക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2πr ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് റേഡിയസിന് ഈക്വൽ ആവും. കാരണം ഇതിങ്ങനെ ചേർന്ന് വരുമ്പോൾ എന്താ സംഭവിക്കുക? ഈ എച്ച് റേഡിയസിന് ഈക്വൽ ആവും. അപ്പോൾ പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സ് ഇൻഫിനിറ്റ് ആകുമ്പോൾ ഈ എച്ച് എന്ന് പറയുന്ന റേഡിയസ് ആയി, അതുപോലെ തന്നെ പെരിമീറ്റർ ഓഫ് ദി പോളിഗൺ എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് സർക്കിൾ ആയി. അപ്പോൾ ഹാഫ് ഇൻറ്റു പെരിമീറ്റർ ഓഫ് സർക്കിൾ 2πr ഇൻറ്റു ആർ. അവിടെ 2 ക്യാൻസൽ ആവും. ബാക്കി πr ഇൻറ്റു ആർ. πr സ്ക്വയർ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഏരിയ ഓഫ് ദി സർക്കിൾ. അപ്പോൾ ഈ സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുലയാണ് നമ്മൾ പറഞ്ഞ ഏരിയ ഈസ് ഈക്വൽ ടു πr സ്ക്വയർ. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പോൾ സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല, അതായത് റേഡിയസിന്റെ സ്ക്വയറിനെ പൈ കൊണ്ട് മൾട്ടിപ്ലൈ, പൈയുടെ അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്കറിയാം 3.14. അപ്പോൾ റേഡിയസിന്റെ സ്ക്വയറിനെ, അതായത് റേഡിയസിന്റെ ആരത്തിന്റെ വർഗത്തിനെ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏരിയ ഓഫ് സർക്കിൾ. പൈ ടൈംസ് ദി സ്ക്വയർ ഓഫ് ദി റേഡിയസ് ഈസ് ഈക്വൽ ടു ദി ഏരിയ ഓഫ് ദി സർക്കിൾ. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. നോക്കുക. ദി ലെങ്ത് ഓഫ് എ കോഡ് ഓഫ് എ സർക്കിൾ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3 cm ഫ്രം ദി സെന്റർ ഈസ് 4 cm. ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്ന് 3 cm അകലെയുള്ള ഒരു കോഡിന്, ഞാണിന് 4 cm ലെങ്ത് ഉണ്ട്. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സർക്കിൾ? അപ്പൊ നമ്മളിപ്പോ പറഞ്ഞതാണ് ഏരിയ ഓഫ് ദി സർക്കിൾ എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു റേഡിയസിന്റെ സ്ക്വയർ. അപ്പൊ റേഡിയസ് കിട്ടിയെങ്കിലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഏരിയ കിട്ടുള്ളൂ. അപ്പൊ ഏരിയ കാണണമെങ്കിൽ എന്ത് വേണം? റേഡിയസ് വേണം. അപ്പൊ നമുക്കൊന്ന് റഫ് ഫിഗർ വരച്ചു നോക്കാം. ഒരു സർക്കിള് സെന്ററിൽ നിന്ന് 3 cm അകലെ 4 cm ലെങ്ത് ഉള്ള ഒരു കോഡ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെന്റർ ടു ദി കോഡ് ബൈസെക്ട് ദി കോഡ്. അപ്പൊ ഈ ലെങ്ത് ഈക്വൽ ആയിരിക്കും. അപ്പോ ഇത് 2, ഇത് 2, ഇത് റേഡിയസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് ആർ, ബേസും ഓൾട്ടിറ്റ്യൂഡും 2ഉം 3 ആണ്. അപ്പൊ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ എഴുതാം? 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എഴുതാം. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 4 പ്ലസ് 9 അല്ലെ? 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 × 3 9, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 4. അപ്പൊ 4 പ്ലസ് 9 13 ആണ് ആർ സ്ക്വയർ. അപ്പോ സ്ക്വയർ ഓഫ് ദി റേഡിയസ് 13 കിട്ടി. നമുക്ക് സ്ക്വയർ ഓഫ് ദി റേഡിയസ് മതി. കാരണം എന്താ? ഏരിയ ഈസ് പൈ ആർ സ്ക്വയർ. ആർ സ്ക്വയർ മതി, ആർ കണ്ടുപിടിക്കണമെന്നില്ല. അപ്പൊ ഏരിയ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. അപ്പൊ പൈ ഇൻറ്റു ആർ സ്ക്വയറിന്റെ സ്ഥാനത്ത് 13. അപ്പൊ 13 പൈ സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഏരിയ ഓഫ് ദി സർക്കിൾ. അപ്പൊ ഈ സർക്കിളിന്റെ ഏരിയ 13 പൈ. അപ്പൊ റേഡിയസ് വന്നിട്ടുണ്ടായിരുന്നില്ല, റേഡിയസ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ 13 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ദി സർക്കിൾ. ക്ലിയർ ആയോ പറഞ്ഞത്? വേറെ ഒരു ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, കമ്പ്യൂട്ട് ദി ഡിഫറൻസസ് ഇൻ ഏരിയ ഓഫ് ദി സർക്കിൾ ആൻഡ് റെഗുലർ പോളിഗൺ. ഇവിടെ ഒരു സ്ക്വയറും ഒരു സർക്കിളും വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു റെഗുലർ ഹെക്സഗണും ഒരു സർക്കിളും വരച്ചിട്ടുണ്ട്. ഈ ആദ്യത്തെ ഫിഗറിൽ ഈ സ്ക്വയറിന്റെ ഏരിയയും ഈ സർക്കിളിന്റെ ഏരിയയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഫിഗറിൽ ഈ റെഗുലർ ഹെക്സഗണിന്റെ ഏരിയയും അതുപോലെ തന്നെ ഈ സർക്കിളിന്റെ ഏരിയയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്.
നമ്മൾ ആദ്യമേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആസ് ദി നമ്പർ ഓഫ് സൈഡ്സ് ഇൻക്രീസസ് ദി പോളിഗണി ഗെറ്റിംഗ് ക്ലോസർ ടു ദി സർക്കിൾ. അപ്പോൾ ഇതിൻ്റെ ഏരിയ നമ്മളുടെ ഡിഫറൻസ് ഇവിടെ കുറഞ്ഞു, ആസ് നമ്പർ ഓഫ് സൈഡ്സ് കൂടുമ്പോഴും കുറഞ്ഞു വരും. അപ്പോൾ ആദ്യത്തെ കേസിലേക്ക് പോകാം. ഏരിയ ഓഫ് ദി സർക്കിളും ഏരിയ ഓഫ് ദി സ്ക്വയറും കണ്ടുപിടിച്ചിട്ട് അതിന് ഡിഫറൻസ് എടുത്താൽ മതി. ഏരിയ ഓഫ് ദി സർക്കിൾ കാണാൻ ഇതിന്റെ ഡയഗണൽ അതുണ്ട് 4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഡി എന്ന് പറഞ്ഞ 4 ആകുമ്പോൾ റേഡിയസ് d/2, അതായത് 4ന്റെ പകുതി 2, അപ്പൊ 2 സെന്റിമീറ്റർ ആണ് റേഡിയസ്. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് പൈ r സ്ക്വയർ. ഇപ്പൊ പൈ ഇൻറ്റു 2 സ്ക്വയർ, അതായത് 4 ഡയമീറ്റർ ആണ്, ഡയമീറ്ററിന്റെ ഹാഫ് ആണ് റേഡിയസ്. അപ്പോൾ പൈ ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു 4. അത് നമുക്ക് ഇവിടെ നമുക്ക് ഡിഫറൻസ് കാണേണ്ടതുള്ളതുകൊണ്ട് സർക്കിളിന്റെ ഏരിയയും സ്ക്വയറിന്റെ ഏരിയയിൽ പൈ ഇല്ല, അപ്പോൾ അതുകൊണ്ട് പൈയുടെ വാല്യൂ ഇട്ട് കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3.14 ഇൻറ്റു 4, ദാറ്റ് ഈസ് 12.56 സെന്റിമീറ്റർ സ്ക്വയർ ആണ് സർക്കിളിന്റെ ഏരിയ. സർക്കിളിന്റെ ഏരിയ 12.56. അപ്പോൾ സ്ക്വയറിന്റെ ഏരിയയോ? സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഡയഗണൽ വന്നു കഴിഞ്ഞാൽ സ്ക്വയറിന്റെ ഡയഗണൽ നമുക്കറിയാം 4 ആണ്, അപ്പോൾ 2 ഡയഗണൽ 4 ആയിരിക്കും. അപ്പൊ ഡയഗണൽ വന്നു കഴിഞ്ഞാൽ സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഫോർമുലയാണ് ഹാഫ് ഡി സ്ക്വയർ. അപ്പൊ ഹാഫ് ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 4 ആണ്, അപ്പോൾ 4 സ്ക്വയർ. അപ്പോൾ ഹാഫ് ഇൻറ്റു 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്, 16ന്റെ ഹാഫ് 8 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ സ്ക്വയറിന്റെ ഏരിയ. സ്ക്വയറിന്റെ ഏരിയ ഇങ്ങനെ എല്ലാവരെയും കണ്ടുപിടിക്കാം. ഏതാണ്? വൺ സൈഡ് എ എന്ന് എടുക്കുക, അപ്പോൾ ഈ സൈഡ് എ, അപ്പോൾ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ. അങ്ങനെ എടുത്ത് അപ്പോൾ എ കണ്ടുപിടിക്കാം. അപ്പോൾ 2a സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് കിട്ടും. അപ്പോൾ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. എ ഈസ് ഈക്വൽ ടു √8. അപ്പോൾ √8 എന്ന് എഴുതിയാൽ എ സ്ക്വയർ ഏരിയ എ സ്ക്വയർ മതി, എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. അങ്ങനെയും കണ്ടുപിടിക്കുക. അപ്പോൾ ഡയഗണൽ എന്നാൽ എളുപ്പത്തിൽ ചെയ്യുന്ന രീതിയാണ് ഹാഫ് ഡി സ്ക്വയർ. ഹാഫ് ഇൻറ്റു സ്ക്വയർ ഓഫ് ദി ഡയഗണൽ ഈസ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ. അപ്പോൾ 8 സെന്റിമീറ്റർ സ്ക്വയർ. ഇതിന്റെ ഡിഫറൻസാണ് ചോദിച്ചിരിക്കുന്നത്. അതൊക്കെ ഡിഫറൻസ് ഓഫ് ദി ഏരിയ ഓഫ് ദി സർക്കിൾ ആൻഡ് സ്ക്വയർ. അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ 12.56 ആണ്, അതിൽ നിന്ന് 8 കുറയ്ക്കുക. അപ്പോൾ 12 നിന്ന് 8 കുറച്ചാൽ 4. അപ്പോൾ 4.56 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഡിഫറൻസ് ഓഫ് ദി ഏരിയ ഓഫ് ദി സർക്കിൾ ആൻഡ് ദി സ്ക്വയർ. സെക്കൻഡ് ഫിഗർ നോക്കാം. എ റെഗുലർ ഹെക്സഗൺ ആൻഡ് എ സർക്കിൾ ഈസ് ഡ്രോൺ. അപ്പോൾ ഏരിയ ഓഫ് ദി സർക്കിൾ ഡയമീറ്റർ ആണ് ഈ 4 സെന്റിമീറ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ ഏരിയ ഓഫ് ദി സർക്കിൾ എന്ത് വരും? റേഡിയസ് 4/2, ദാറ്റ് ഈസ് 2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഏരിയ പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു 2 സ്ക്വയർ, ദാറ്റ് ഈസ് 4π എന്ന് കിട്ടും. പൈയുടെ വാല്യൂ നമ്മളിവിടെ 4π ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. 4 ഇൻറ്റു 3.14, അത് 12.56 ഡയറക്റ്റ് എഴുതാം. 4 ഇൻറ്റു 3.14, 3.14ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12.56 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ദി സർക്കിൾ. രണ്ടും ഒരേ സർക്കിൾ തന്നെയാണ്. ഇനി റെഗുലർ ഹെക്സഗണിന്റെ ഏരിയ നോക്കാം. റെഗുലർ ഹെക്സഗണിന്റെ ഏരിയ എന്ന് പറയുന്നത് 6 ഇൻറ്റു √3a²/4. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റെഗുലർ ഹെക്സഗണെ സംബന്ധിച്ച് റേഡിയസ് തന്നെയായിരിക്കും വൺ സൈഡ് ഓഫ് ദി റെഗുലർ ഹെക്സഗൺ. അപ്പോൾ റേഡിയസ് 2 ആണ്, അതുകൊണ്ട് വൺ സൈഡും 2 ആണ്. അപ്പോൾ 6 ഇൻറ്റു √3 ഇൻറ്റു 2²/4. അപ്പോൾ 2² എന്ന് പറഞ്ഞാൽ 4 ആണ്, 4/4 ക്യാൻസൽ ആയി, ബാക്കി 6√3 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ 6√3 എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു √3യുടെ വാല്യൂ 1.732, സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 10.392 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഏരിയ ഓഫ് ദി റെഗുലർ ഹെക്സഗൺ 10 അതായത് 6ഉം 1.732 കൂടി മൾട്ടിപ്ലൈ ചെയ്താണ്. അപ്പോൾ 10.392 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ദി റെഗുലർ ഹെക്സഗൺ. അപ്പോൾ ഡിഫറൻസ് നോക്കാം. ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 12.56 എന്ന് 10.392 സബ്ട്രാക്ട് ചെയ്യുക. കേട്ടോ, ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2.168 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ 2.168 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇവിടെ റെഗുലർ ഹെക്സഗണും സർക്കിളും തമ്മിലുള്ള ഏരിയയുടെ ഡിഫറൻസ്. ഇവിടെ സ്ക്വയറും സർക്കിളും തമ്മിലുള്ള ഏരിയയുടെ ഡിഫറൻസ് 4.56 ആണ്. കേട്ടോ, ഡിഫറൻസ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇതായിരുന്നു 2 ചോദ്യങ്ങൾ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ 2 ചോദ്യങ്ങളാണ്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.